നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുതിർന്ന നേതാവായ ഡോക്ടർ തോമസ് ഐസക്കിനെ കളത്തിലിറക്കുമ്പോൾ ഗ്ലാമർ പോരാട്ടത്തിലൂടെ അട്ടിമറി ജയമാണ് പത്തനംതിട്ടയിൽ CPM കണക്കുകൂട്ടുന്നത്. ഐസക്കിന്റെ ജനകീയ മുഖം കോൺഗ്രസ് കോട്ട തകർക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. 6 മാസം മുൻപ് മണ്ഡലം കേന്ദ്രീകരിച്ച് തോമസ് ഐസക് പ്രവർത്തനം തുടങ്ങിയിരുന്നു. തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്ക് സ്വാഗതം ചെയ്ത് ഇടതുമുന്നണി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളിൽ ഒന്നിൽ വാചകം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഭാവി ധനമന്ത്രിയാകാൻ കെൽപ്പുള്ള നേതാവാണെന്ന് വിശേഷണം. ആഗ്രഹം അല്പം കടന്നുപോയെങ്കിലും LDFന്റെ പ്രചരണ ആയുധം ഐസക്കിന്റെ ഗ്ലാമർ മുഖം തന്നെയെന്ന് വ്യക്തം. MLAയും ധനമന്ത്രിയും ഒക്കെയായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പ്രചരണ ഗാനത്തിൽ പോലും താരപരിവേഷം. കിഫ്ബിയിലെ ED അന്വേഷണം എതിരാളികൾ പ്രചാരണ ആയുധമാക്കുമെന്ന് ഐസക്കിന് ഉറപ്പാണ്. കിഫ്ബിയാണ് തന്റെ ഹീറോ എന്ന് ആദ്യമേ മറുതന്ത്രമിറക്കുന്നു ഐസക്. പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ചത് മുതൽ ആന്റോ ആന്റണിയാണ് UDF കോട്ടയ്ക്ക് കാവൽ. CPM ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസിൽ നിന്നും മറുകണ്ഠം ചാടിയവരും MLAയും ഒക്കെ എതിരാളികളായി വന്നുവെങ്കിലും ആന്റോയെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലുള്ള LDF തലയെടുപ്പുള്ള നേതാവിലൂടെ അട്ടിമറി ജയത്തിൽ കുറഞ്ഞതൊന്നും ഇക്കുറി പ്രതീക്ഷിക്കുന്നില്ല. UDF പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥിയെ LDF ഇറക്കി. BJPയിലെ ആശയക്കുഴപ്പവും ആദ്യ ലാപ്പിൽ തുണയാകുമെന്ന് ഐസക് ക്യാമ്പ് കണക്കുകൂട്ടുന്നു.